പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നാം ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനം 130, ദ സാം 130. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. കാരണം ഈ വചനം നമ്മുടെ ഞാനൊരു പാപിയാണെന്നുള്ളൊരു അവബോധം നമുക്കുണ്ടാകുകയാണ്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് നാം ഈ സങ്കീർത്തനം കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഹൃദയം ഉയർത്തിയൊക്കെ പ്രാർത്ഥിക്കുമ്പം കർത്താവിൻ്റെ ഒരു അഭിഷേകം, കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങുന്ന ഒരു വലിയ സങ്കീർത്തനം, നല്ല സങ്കീർത്തനമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ, വലിയ അർത്ഥം തരുന്ന, നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യാശ തരുന്ന ഒരു സങ്കീർത്തനം. ആ വചനം നിങ്ങൾ പഠിക്കണം. ഓരോരോ വചനങ്ങൾ വായിക്കുമ്പോഴും അത് ആവർത്തിച്ചുരുവിടുമ്പോഴും നമുക്ക് കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്. ഇന്ന് നാം പഠിക്കുന്നത് 5-ാമത്തെ വചനമാണ്. കഴിഞ്ഞ ആഴ്ച നാം 4 വരെയുള്ള വചനങ്ങൾ പഠിച്ചു. ഇന്ന് 5-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. I wait for the Lord, my soul waits, and in his word I hope. അപ്പം കർത്താവിനെ കാത്തിരിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവെ അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞത്, ഇത് ഞാൻ കാത്തിരിക്കുന്നു. എന്താണ്? അവിടുത്തെ കരുണയ്ക്ക് വേണ്ടിയിട്ട് വളരെ ശാന്തമായിട്ട്, കർത്താവെ അങ്ങയുടെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള പ്രത്യാശയോടുകൂടി കർത്താവിനെ കാത്തിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, പാപിയാണെന്നൊരു അവബോധം നമുക്കുണ്ടാകുമ്പോൾ കർത്താവെ എൻ്റെ മേൽ കരുണ ചൊരിയുമോ എന്നൊരു സംശയമൊക്കെ തോന്നാം. പക്ഷേ അങ്ങനൊരു സംശയം വേണ്ട. കർത്താവിൻ്റെ കരുണ എപ്പോഴും നമ്മുടെ മേലുണ്ട്. അത് കർത്താവ് ചൊരിയുക തന്നെ ചെയ്യും. കാരണം കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെ വ്യക്തിപരമായി ആ സ്നേഹത്തെ ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ പ്രഭാത കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് ഇരുന്നേ. കർത്താവെ, എന്നെ അവിടുന്ന് കാണുന്നുണ്ടല്ലോ, എന്നെ അവിടുന്ന് കണ്ട് എൻ്റെ ഓരോ കാര്യങ്ങളും അറിയുന്ന തമ്പുരാനെ, എന്നെ അവിടുന്ന് നയിച്ചോളണേ, എൻ്റെ കരം പിടിച്ചോളണേ എന്ന് പറയാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. ആരുമില്ലപ്പാ, ആരുമില്ലപ്പാ, ആബാ പിതാവേ, പിതാവേ.